എനിക്കെന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഹൈഡ്രേറ്റഡ് ഫീൽ കിട്ടും നമുക്ക്. ഓവറല്ല കണ്ടോ? എല്ലാവർക്കും സുഖല്ലേ? അങ്ങനെ ന്യൂ ഇയർ ഒക്കെ ആയി, 2025 ഒക്കെ കഴിഞ്ഞു. നമ്മൾ അങ്ങനെ 2026 നല്ലൊരു വർഷമായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. സോ എനിക്ക് 2026 തുടക്കമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആൻഡ് എൻ്റെ മാനിഫെസ്റ്റേഷൻസും എൻ്റെ വിഷൻ ബോർഡൊക്കെ കംപ്ലീറ്റ് ആവണേ എന്നാണ് എൻ്റെ ചിന്ത. എൻ്റെ മാത്രമല്ല, നിങ്ങളുടെ എല്ലാവരുടെയും. സോ നമുക്ക് ഇന്നൊരു ഇവൻ്റ് ഉണ്ട്, നമുക്കിന്നൊരു ആങ്കറിങ് ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഗെറ്റ് റെഡി വിത്ത് മീ. എൻ്റെ അടുത്ത് കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുമോ, യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് കാണിക്കുമോ എന്നൊക്കെ. ഞാനങ്ങനെ കൂടുതൽ എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അങ്ങനെ ഇടുന്ന ഒരാളല്ല. ഒന്നത്തെ കാര്യം, എനിക്ക് അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ അറിയില്ല, ഞാനൊരു ബിഗിനറാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ബ്രാൻഡോ അങ്ങനെയൊന്നും ഞാൻ യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്ത് എൻ്റെ സ്കിൻ ടോണിന്, ഞാനൊരു അത്യാവശ്യം ഒരു ഡ്രൈ സ്കിന്നാണ്, പറ്റുന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എൻ്റെ കണ്ട് ഇൻസ്പയർ ചെയ്ത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് അല്ലാത്ത, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള, എന്നെ പോലെ മീഡിയം സ്കിൻ ടോണിന് പറ്റുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടാകുന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഗേൾസിനൊക്കെ അറിയായിരിക്കും, ജെൻസിനും വുമൻസിനും ഒരുപോലെ സ്യൂട്ടബിൾ ആണ്. ഇതൊരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ്. ലൈക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ലൈക്ക് ദിസ്, ഇങ്ങനെ ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും നമ്മുടെ സ്കിന്ന്, ഒത്തിരി ഡ്രൈ ആവത്തില്ല. ഇപ്പം ഈ ഒരു തണുപ്പ് കാലത്ത് നല്ല രീതിക്ക് എല്ലാവരുടെയും സ്കിന്ന് ഡ്രൈ ആയി പോകും. ബട്ട് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ വിഷയമില്ല. ഞാൻ കുറച്ച് നാളായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിനകത്ത് 169 കാണിക്കുന്നത്. ഇത്രയും വലിയൊരു പാക്കറ്റിന് ജസ്റ്റ് 170 ഉള്ളൂ. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്ന ഒരു നല്ലൊരു ഹൈഡ്രേറ്റഡ് ഫീൽ കിട്ടും നമുക്ക്. പിന്നെ നമ്മൾ മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും എന്ത് മുഖത്ത് അപ്ലൈ ചെയ്താലും അത് ജസ്റ്റ് അബ്സോർബ് ആവാൻ ഒരു ടൈം കൊടുക്കണം. പെട്ടെന്ന് അടുത്ത പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകരുത്. ജസ്റ്റ് 2 minutes മതി. ഇത് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും. മാക്സിമം നെക്കിലും കൂടെ എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇത് രാത്രിയിലത്തെ പരിപാടിയാണ്. ഇപ്പം തന്നെ ടൈം ഒരു 4 മണി ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. മിക്കവാറും വിചാരം വെയിലത്ത് പോകുമ്പോൾ മാത്രം സൺസ്ക്രീൻ ഇട്ടാൽ മതി എന്നാണ്. വെയിലാണെങ്കിലും മഴയാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ ഇടുക. 3 finger റൂള് വെച്ചിടണം എന്നാണ്. ബട്ട് ഇത് മാമാഎർത്തിൻ്റെ അൾട്രാലൈറ്റ് സൺസ്ക്രീനാണ്. ഇത് ഒരുപാട് വേണ്ട, നമ്മൾ കുറച്ചിടുമ്പോൾ തന്നെ ഫില്ലാകും നമ്മുടെ മുഖം. 3 finger ഒക്കെ എടുക്കാൻ നിന്നാൽ ഒത്തിരി ആവും. ഞാൻ 3 finger ഒന്നും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് അപ്ലൈ ചെയ്യുക, നല്ലോണം ഇട്ടോ. നമ്മുടെ മുഖം ഫുള്ള് കവറാവണം. ഈ ഒരു വെയിലത്ത് ടാൻ അടിക്കും. നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞാലും ടാൻ അടിക്കും. നെക്കിലും അപ്ലൈ ചെയ്യുക സൺസ്ക്രീൻ. അപ്പം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ട്രിപ്പായിട്ടുണ്ടായിരിക്കും. ഇനി ഇത് അബ്സോർബ് ആവാൻ നമുക്കൊരു 2 minute ടൈം കൊടുക്കാം. ബാക്കിലൊരു ചോക്ലേറ്റ് അവർ, ക്യാൻ യു സീ? കൊള്ളാല്ലേ? ഇതൊരു എൻഗേജ്മെൻറ്റിന് നമുക്ക് കൊടുക്കാനുള്ളതാണ്. 2-3 ദിവസമായിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് നേരം മേക്കപ്പൊക്കെ ഇട്ട് കുറേ നേരം പണിയെടുക്കേണ്ടത് കൊണ്ട് തന്നെ ഈ പ്രൈമർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് മിക്കവർക്കും അറിയത്തില്ല. മിക്കൊരു ഫൗണ്ടേഷൻ ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്യും. പ്രൈമർ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സെറ്റിൽ എന്താ പറയുക, ഒരു ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഒരു കല്ലിടുക എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ നമ്മുടെ മുഖം ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ്. ഇത് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ ഇല്ല. ഞാനിപ്പോൾ ഒരു ഓണം ടൈം, ഒരു ഓഗസ്റ്റ് തൊട്ട് ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് മതി, ഒരു നല്ലൊരു ജെൽ ഫിനിഷാണ് ഇതിന്. ഒരു കുറച്ച് മതി. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക. ഞാൻ എല്ലാം കൈ കൊണ്ടാട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ ബ്ലെൻഡർ വെച്ചോ യൂസ് ചെയ്യുമ്പോൾ കൂടുതലും വേസ്റ്റായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാം കൈ വെച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പ്രൈമർ ഇട്ടു. നെക്സ്റ്റ് ഫൗണ്ടേഷൻ. എൻ്റെ പൊന്നോ, എനിക്ക്
ഒന്നും പറയല്ല. ഈ ഫൗണ്ടേഷൻ കണ്ട്, ഇത് ഇൻസൈറ്റിന്റെ ഒരു HD ഫൗണ്ടേഷനാണ്. വേറെ ഏത് യൂസ് ചെയ്തിട്ടും കിട്ടാത്തൊരു ഫിനിഷ്. അത് മാത്രല്ല, എത്ര വലിയ ഇവന്റ് ആണെങ്കിലും ഒരു 6-7 മണിക്കൂർ ഈ സാധനം ഒലിച്ചു പോകാണ്ട് അല്ലെങ്കിൽ പക്ക ഫിനിഷ് ആയിട്ടിരിക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. ഇതിനകത്ത് കൺസീലറിന്റെ വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ, ഇത് എൻ്റെ ഫ്രണ്ട് അവള് യൂസ് ചെയ്ത സാധനമായിരുന്നു. അപ്പം ഞാൻ ഒരു വട്ടം അവളുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ടിട്ട് ഞാനിതിൻ്റെ ഫാനായി. ഇത് ഞാൻ ഒത്തിരി തപ്പി കിടന്നിട്ട് ഇത് കിട്ടി. അങ്ങനെ എല്ലായിടത്തും ഇത് അവൈലബിൾ അല്ല. ഇൻസൈറ്റിൻ്റെ എന്നോ ഞാൻ യൂസ് ചെയ്യുന്ന MN35 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. അത്യാവശ്യം എൻ്റെ പോലത്തെ സ്കിൻ ടോൺസിനും ഡാർക്ക് സ്കിൻ ടോൺസിനും നിങ്ങൾക്കൊക്കെ ഇത് സ്യൂട്ടബിൾ ആയിരിക്കും. സംഭവം ഇത് ഇത്രയേ ഉള്ളൂ. വലിയ റേറ്റ് ഇല്ല. എനിക്ക് 200 എത്രയോ റേറ്റിനകത്ത് കാണിക്കുന്നത്, 200 അത്ര എന്തോ 300-നകത്തേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. പക്ഷെ എൻ്റെ ദൈവം എന്ന് പറയാനുള്ളത് എൻ്റെ അടിപൊളി സാധനമാണെന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് കുറച്ച് മതി, ഇത്തിരി ആവശ്യമുള്ളൂ നമുക്ക്. ഞാൻ എൻ്റെ കൺസീലറും ഫൗണ്ടേഷനും എല്ലിപ്പിതാ കാണിച്ചത്. ഭയങ്കര ഫിനിഷ് എന്ന് വെച്ചാൽ ഭയങ്കര നാച്ചുറൽ ഫിനിഷാണ്. കാണാവോ? ഇപ്പൊ തന്നെ നിങ്ങൾ ആ ഡിഫറൻസ് ഒന്ന് നോക്കിയേ. ക്യാമറയിൽ മനസ്സിലാവാത്തത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈനിൽ നിന്ന് മേടിക്കാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം അടുത്തുള്ള കടകളിൽ നിന്ന്. നിങ്ങൾ ആലപ്പുഴക്കാരാണെങ്കിൽ തലവടിയിലുള്ള എൽമിറയിൽ ഇത് കിട്ടും. അവരാണ് ആലപ്പുഴയിൽ മൊത്തത്തിൽ സപ്ലൈ ചെയ്യുന്നത്. ഞാൻ ടൗണിൽ വലിയ വലിയ കടയിൽ പോലും തപ്പിയിട്ട് കിട്ടാത്ത സാധനമാണ്. അവിടെ എപ്പോൾ ചെന്നാലും ഇത് കാണും. ഇൻ കേസ് ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ സ്റ്റോക്ക് എടുത്ത് വെക്കും. ഓവറല്ല, കണ്ടോ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ഒരു ചെറിയ നാച്ചുറൽ ലുക്ക് കിട്ടുന്നില്ലേ? ഇനി നമുക്ക് കണ്ണിലൊരു താജ്മഹൽ പണിതിട്ട് തരാം. ഇതിൻ്റെ മാച്ചിങ് ഷെയ്ഡ്സോ കോമ്പിനേഷനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഓരോ പ്രാവശ്യം തോന്നുന്ന കളറായിടുന്നത്. ഇനി നമുക്കൊരു ബ്രൗണും ഗോൾഡനും വെച്ചൊന്ന് പെയർ ചെയ്ത് നോക്കാം. ഇതും ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച കേട്ടോ. നോക്കാം, പരീക്ഷിച്ച് നോക്കാം. പരീക്ഷണങ്ങളാണല്ലോ. സ്വന്തം കണ്ണാകുമ്പം പരീക്ഷിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കൂടുതലെടുക്കുക. ഈ പണ്ടൊക്കെ ഈ എന്താ പറയുക, അമ്മയുടെ കുങ്കുമം എടുത്തിട്ട് അത് ചീക്കിലും ചുണ്ടത്തും കണ്ണിലൊക്കെ ഇട്ടെന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്കങ്ങനെ മേക്കപ്പ്. ഇപ്പോഴത്തെ കുട്ടികൾ ലിപ്സ്റ്റിക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പണ്ട് നമ്മളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ ഈ കുങ്കുമവും പൗഡറൊക്കെ വെച്ച് ചാലിച്ച് റോസ് പൗഡർ പോലെയൊക്കെ ഇട്ടുകൊണ്ടിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്തൊക്കെ സാധനം. പക്ഷെ അതൊക്കെ ഒരു ലവിങ് മെമ്മറീസ് ആട്ടോ. നമുക്ക് ഓർക്കുമ്പോഴത്തേക്കും ഒരുപാട് സന്തോഷം കിട്ടുന്ന മെമ്മറീസാണ് അതൊക്കെ. കൊള്ളാല്ലേ? നമുക്കിനി അകത്ത് ഒരു ഗോൾഡനും കൂടി കൊടുത്ത് പെയർ ഔട്ട് ചെയ്ത് നോക്കാം. കണ്ണെഴുതിയിട്ട് വരാം. ഇതിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വിഷമാവും. ഇത് മെയ്ബിലിൻ്റെ ഒരു ഐലൈനറാണ്. ഗേൾസിനൊക്കെ അറിയാമായിരിക്കും. 500 രൂപയാണ് ഈ സാധനത്തിൻ്റെ വില, ഇത്രയും ചെറിയ ബോട്ടിലിന്. പക്ഷെ നല്ല അടിപൊളിയായിരിക്കും എന്ന് ഓർത്ത് വാങ്ങിച്ചതാണ്. ഒരു കഷ്ണം കുളത്തിലെന്ന് വെച്ചാൽ ഒരു കഷ്ണം കുളത്തിൽ ഒരുമാതിരി വെള്ളം പോലത്തെ ടെക്സ്ചർ ചെയ്ത് കണ്ണിലോട്ട് എഴുതി കഴിയുമ്പോഴത്തേക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രഷൊക്കെ ഒരുമാതിരി തെക്കോട്ടും ഇല്ല വടക്കോട്ടും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നത്. എത്ര എഴുതിയാലും കണ്ണി പിടിക്കത്തുമില്ല. പക്ഷെ പോവത്തില്ല സാധനം. കഷ്ടപ്പെട്ട് കൊള്ളത്തില്ല. ഈ ഐലൈനർ എങ്ങനെയുണ്ട്? ഒരു കഷ്ണം കൊള്ളത്തെ ഐലൈനർ എഴുതിയില്ല ഞാൻ മേബിൽ. ഇത് എത്ര എഴുതിയാലും കണ്ണി പറ്റത്തില്ല. ഒരുമാതിരി ബ്രേക്കപ്പ് ആയ ആൾക്കാരെ കണക്ക് തെറ്റിപ്പിരിഞ്ഞ നടപ്പ് കണ്ണും ഐലൈനറും കൂടെ. ഇത് നോക്കിയാൽ എഴുതിയ വേറെ വഴിയായി. ഇപ്പം നമുക്കപ്പം എഴുതിയിട്ട് വരാം. കൊള്ളാവോ? കണ്ടേഷൻ എന്ത് ചെയ്യാൻ? 500 രൂപയുടെ സാധനമാണ്. റെഡിയാവോ? ഹാൻഡ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഈസ് വെരി വർത്ത്. ഫൗണ്ടേഷനും ഇല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഈ സാധനം കാണത്തില്ല. ബ്ലഷ്. ഈ സാധനത്തിന് 95 രൂപയുള്ളൂ. ഇൻസൈറ്റിൻ്റെ ബ്ലഷാണ്. പക്ഷെ എന്ത് അടിപൊളിയാണെന്ന് പറയാ. പിങ്കിഷ് ഷെയ്ഡൊന്നുമല്ല. ഞാൻ ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡുണ്ട്. ഞാനിതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡാണ് വാങ്ങിക്കുന്നത്. ഷെയ്ഡ് നമ്പർ 90. കണ്ടോ? ഇത് അടിപൊളിയാണ്. എടുത്തിട്ട്
ഭയങ്കര ഈസിയാ ബ്ലെൻഡ് ചെയ്യാൻ. കണ്ടോ എന്ത് രസാ. കുറച്ച് നമ്മൾ മൂക്കിലും ഇവിടെ ഇടുക. ഭയങ്കര ഒരുപാട് ഓവറും അല്ല എന്ന് ആ ഒരു ലുക്ക് കിട്ടും. ഐക്കോണിക്കിൻ്റെ ഒരു ഹൈലൈറ്റർ, ഇതും ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. പ്രൈസിന് വർത്തേ. 100 എത്ര രൂപയ്ക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. രാത്രിയൊക്കെ ആണെങ്കിൽ നല്ലൊരു ഷൈനിങ് കിട്ടും. കുറച്ച് മതി, ഭയങ്കര അടിപൊളിയാണ്. പൂജു ആ പൗഡർ ഒന്ന് എടുത്തു തന്നെ. വീഡിയോ എടുക്കണോണ്ടാ നിന്നെ കൊണ്ടുപോകുന്നത്. ബിരിയാണിയാ, ബിരിയാണി കഴിക്കാം. റെഡിയാവ്. ഇനി നമുക്കിത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിപ് ലൈൻ കേട്ടോ. ഭയങ്കര അടിപൊളിയാ. ചില സമയത്ത് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാണ്ട് ഇത് മാത്രം മുഖത്തി വരച്ചിട്ട് പോകാറുണ്ട്. നല്ല ലോങ് ലാസ്റ്റിങ്ങാ. എന്താ നോക്കുന്നേ? ഇത് ഞാൻ 2 ദിവസം മുമ്പ് മേടിച്ച ലിപ്സ്റ്റിക്കാണ്. ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാനിതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ലായിരുന്നു ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്കൊന്നും. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ട്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ പോകുന്നുണ്ട്, അല്ലാണ്ട് കൊള്ളാം. രേണുമ്മനെ കാണാൻ വയ്യ. സാരി അപ്പുറത്ത് കയറിയിരിക്കുക. എന്നെ സാരി ഉടുപ്പിക്കാൻ വന്ന. എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ലല്ലോ. അഴിച്ചിട്ടെടുത്താ മതി. നമുക്ക് സാരി എടുത്തിട്ട് വരാം. ലിപ് ഗ്ലോസ് വേണം, പോകുന്നതിന് മുമ്പിടാം. സാരി എടുത്തിട്ട് വരാം. എനിക്ക് സാരി എടുക്കാൻ അറിയത്തില്ല. എന്നെ സാരി ഉടുപ്പിക്കാൻ വന്നേക്കുക വേണമ്മ. നമുക്ക് സാരി എടുത്തിട്ട് വരാം. എനിക്കെന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് വല്ലപ്പോഴും ആണെങ്കിൽ ഒരുങ്ങുമ്പോൾ എന്നെ തന്നെ ഇഷ്ടമാവുന്നത് എനിക്കെന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അനിയത്തി റെഡിയാവുകയാണ്. ഞാൻ റെഡിയായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ കൂടുതൽ എന്തൊക്കെ ടൈപ്പ് വീഡിയോസൊക്കെ വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മെസ്സേജ് പറയുക. എനിക്കെങ്ങനെ ഇപ്പോൾ ടൈലൻ്റ് വരേണ്ടതെന്ന് അറിയത്തില്ല. എനിക്ക് എന്നെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയാൻ മറക്കട്ട. അപ്പോൾ പോവാം. എങ്ങനെയുണ്ട്? കയ്യിൽ ഇപ്പോഴും നെയിൽ പോളിഷ് ഇട്ടുകൊണ്ട് പിടിക്കാനും പറ്റുന്നില്ല. ഓക്കെ, എനിക്കെന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പോയിട്ട് വരാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ ബൈ, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.